ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ 4ാമത്തെ ദിവസമാണ്. നമ്മൾ രാവിലെ പോയി കുളിച്ച് ഫ്രഷായിട്ട് വന്നു. അപ്പോൾ നമുക്ക് എന്തായാലും 12 2:15 അപ്പോയിൻമെൻറ്റ്. അപ്പോൾ നമുക്ക് സമയമുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് പയ്യെ വണ്ടി ഉരുട്ടി കൊണ്ടായിട്ട് നമ്മൾ ഷിഫ്റ്റ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ എണ്ണ അടിക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് അവിടുന്ന് ചായ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ പോവാം. ഇവിടെ ഇപ്പോൾ 9:15 കാരണം നമ്മൾ ഷിഫ്റ്റ് തുടങ്ങി വെറുതെ എന്തിനാണ് ടൈം വേസ്റ്റ് ആവുന്നത്? 15 മിനിറ്റ് എണ്ണ അടിക്കാൻ വേണ്ടി വേസ്റ്റ് ആകേണ്ട. നമുക്ക് അവിടെ കൊണ്ടായിട്ടിട്ട് നമുക്ക് അവിടെ നിന്ന് ഇൻസ്പെക്ഷനും ചെയ്യാം. അപ്പോഴത്തേനും എണ്ണ അടിക്കും ആ 15 മിനിറ്റ് കൊണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ വണ്ടി പയ്യെ ഉരുട്ടിയിട്ട് 5 കിലോമീറ്റർ അല്ലെങ്കിൽ 5-7 കിലോമീറ്റർ പെർ അവർ താഴെ നമ്മൾ വണ്ടി സ്പീഡിൽ ഓടിക്കുവാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ഈ ലോഗ് ബുക്കിൻ്റെ അകത്ത് ഡ്രൈവിംഗ് ആവിയല്ല. അത് നമ്മൾ ഓഫ് ഡ്യൂട്ടി തന്നെയായിരിക്കും. 7-ന് മുകളിലോട്ട് പോയി കഴിയുമ്പോഴേ അത് എപ്പോഴും ഡ്രൈവിങ്ങിൽ നിന്ന് മാറി മീൻസ് ഓഫ് ഡ്യൂട്ടിയിൽ നിന്ന് മാറി ഡ്രൈവിംഗ് ആവുള്ളൂ. അപ്പം ഇപ്പോഴും നമ്മൾ സ്ലീപ്പറിൽ തന്നെയാണുള്ളത്. നമുക്ക് പയ്യെ ഉരുട്ടി അങ്ങോട്ടും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ നമ്മൾ ഇന്നലെ രാത്രി ഓടിച്ചുകൊണ്ട് ഗ്ലാസ് മൊത്തം പാറ്റകളാണ്. പാറ്റയല്ല, പ്രാണികളാണ്. അപ്പോൾ ഈ പ്രാണികളെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഇതെല്ലാം ചെയ്തിട്ട് വേണം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ഡ്രോൺ ഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ മഴയാണ്. ഇപ്പം അതൊന്നും നടക്കില്ല ഇന്ന്. എന്തായാലും നമുക്ക് ഇന്നിപ്പോൾ മൊത്തത്തിൽ എവിടെയൊക്കെയോ മഴയാണ് കാണിക്കുന്നത്. അപ്പോൾ അടുത്ത ലോഡ് ഓഫർ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളോട് ഈ സാധനം ഡെലിവറി ചെയ്തതിന് ശേഷം നമ്മളോട് MT ട്രെയിലർ നമ്മുടെ എവിടെയോ ഒരു സ്ഥലത്ത് കൊണ്ടിടാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റോണ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാനഡയിൽ ഈ നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ ചെയിനുണ്ട്. അപ്പം അവരുടെ വെയർ ഹൗസിലോട്ടാണ് കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ നമ്മളെ MT ട്രെയിലർ അവിടെ കൊണ്ടുപോയി അവരുടെ വെയർ ഹൗസിൽ കൊണ്ടുപോയി ഇടണം പോലും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മിക്കവാറും അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ മിൽട്ടൺ യാർഡ് വരുന്നത്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് റിട്ടേൺ ലോഡ് വല്ലതും കിട്ടുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം ഇത് നമ്മൾ ലാസ്റ്റ് വീഡിയോ പിടിച്ചതിന് ശേഷം ഒരു ദിവസം കൂടെ കഴിഞ്ഞ് 2ാമത്തെ ദിവസമാണുള്ളത്. ഇപ്പം നമ്മൾ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺവാൾ എന്ന് പറഞ്ഞ ക്യുബക്കിൻ്റെ ഒരു ബോർഡർ ഏരിയയിലുള്ള ഒരു പെട്രോൾ പാസിലാണ്. അപ്പോൾ അതൊരു വലിയ ലോങ് സ്റ്റോറിയാണ്. അതപ്പം നമുക്ക് ഓൺ ദ വേ പറയാം. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോയി ഫ്രഷായി ടിമ്മിൽ പോയി ചായ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തു. കാനഡയിലാകുമ്പോൾ പിന്നെ ടിമ്മിലെ ചായ നമുക്ക് എപ്പോഴും വേണ്ടതാണ്. അപ്പം ചായയും മറ്റേ റാപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 9 മണിക്കായിരുന്നു ഡെലിവറി. അപ്പോൾ നമുക്കിന്ന് ലോഡ് നമ്മൾ പിക്ക് ചെയ്ത് പോകുന്നത് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 9 മണിക്കൊന്നും എത്തിയായിരുന്നു.
അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ഷനൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓൺ ദ വേ പറയാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഡെലിവറി ലൊക്കേഷനിലെത്തി. 11 മണിക്കായിരുന്നു നമ്മൾ പറഞ്ഞത്. പക്ഷെ ഒരു 10:45 ആയപ്പോഴേക്കും നമ്മളെത്തി. ഇവിടെ വന്നു, നമ്മൾ ഡോക്കിലിട്ടു. അപ്പം റിട്ടേൺ ലോഡ് ചോദിച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞത് ഇതുവരെ ഒന്നും ഇല്ല എന്നാണ്. പണി കിട്ടുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. മിക്കവാറും ലേ ഓഫ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാണ്. നമുക്ക് 10-11 മണിക്കൂർ ഡ്രൈവിംഗ് ടൈം എന്ന് ബാക്കിയാണ്. ഇന്ന് നമ്മുടെ 5ാമത്തെ ദിവസമാണ്. ഫുഡൊക്കെ ആണെങ്കിൽ ഒന്നും ഇല്ല താനും. എന്തെങ്കിലും ചെയ്യാം. അപ്പം അങ്ങനെ ഒരു സംഭവം. അപ്പം നമ്മൾ ഇന്നലെ നടന്ന കാര്യമല്ലേ. ഇന്നലെ ആക്ച്വലി ഞാൻ ഇന്നലത്തെ രാവിലത്തെ നമ്മുടെ സ്റ്റാർട്ടിങ് ഇൻട്രോ വീഡിയോ ഒക്കെ എടുത്തു വെച്ചായിരുന്നു. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാനേ പറ്റിയില്ല. ഇന്നലെ മൊത്തം ടൊറൻറ്റോയിൽ നമ്മളിങ്ങനെ ട്രാഫിക്കിൽ ഇങ്ങനെ പെരങ്ങുമായിരുന്നു. അപ്പം നമ്മളിന്നലെ ആ ബോർഡറിൻ്റെ അടുത്തുള്ള ലെയിൻസ്റ്റൗൺ ബോർഡറിൻ്റെ അടുത്തുള്ള ലൗസിലായിരുന്നു കിടന്നത്. ഇന്നലെ എല്ലാം മിനിങ്ങാന്ന്. അപ്പം അവിടുന്ന് നമ്മൾ രാവിലെ പോന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു അപ്പോൾ എത്ര 2 മണിക്ക് തന്നെ എത്തുമോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എത്തും, അതിന് മുമ്പേ എത്തും എന്നൊക്കെ പറഞ്ഞു. കാരണം അവിടെ അപ്പോയിൻമെൻറ്റ് ടൈം അനുസരിച്ച് എടുക്കുള്ളൂ. എന്നിട്ട് നമ്മൾ വരുന്ന വഴിക്ക് അവർ ആദ്യം ഒരു മെസ്സേജ് അയച്ചു. ഡെലിവറിക്ക് ശേഷം MT എടുത്തിട്ട് നമ്മുടെ എപ്പോഴും ലോഡ് പിക്ക് ചെയ്യുന്ന ഒരു ലൗസ് എന്ന് പറഞ്ഞൊരു ലൈക്ക് കമ്പനിയുടെ വെയർ ഹൗസിൻ്റെ യാർഡിൽ കൊണ്ടുപോയിടണമെന്ന്. ഞാൻ ഓക്കെ എന്ന് ഞാനപ്പോൾ വിചാരിച്ചു. ഓക്കെ എന്നാൽ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ടൊറൻറ്റോയിലുള്ള യാർഡ് വരുന്നത്. അവിടുന്ന് റിട്ടേൺ ലോഡും എല്ലാം വിൻസറിലോട്ടുണ്ടാവുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെനിക്ക് അടുത്ത ഇത് അയച്ചു തരും. അതിൻ്റെ അകത്തൊരു വ്യത്യാസമുണ്ട്. ട്രെയിലർ മറ്റേ നമ്മുടെ യാർഡിൽ കൊണ്ടുപോയിടണമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഡെലിവറി കഴിഞ്ഞിട്ട്, കാരണം നമുക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ജസ്റ്റ് വന്നത് മാത്രമേ പ്ലേ ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഡെലിവറി കഴിഞ്ഞിട്ട് MT നമ്മുടെ യാർഡിൽ കൊണ്ടുപോയിടണം എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചതെന്ന്. ഓക്കെ, അപ്പം ഞാനാണെങ്കിൽ സാധനം എടുത്തുകൊണ്ട് നേരെ ഡെലിവറി ലൊക്കേഷനിലോട്ട് പോയി. അപ്പോൾ ഡെലിവറി ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി ഗേറ്റിൻ്റെ അവിടെ ഇതിൻ്റെ സ്കെയിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സ്കെയിലിൻ്റെ മുകളിൽ കയറ്റി നിർത്തിയതിന് ശേഷമാണ് സെക്യൂരിറ്റി ഓഫീസിൽ പോകേണ്ടത്. അപ്പോൾ ഞാൻ സ്കെയിലിൻ്റെ മുകളിൽ കയറ്റി നിർത്തി. എന്നിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ലോഗ് ബുക്കിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് വൈസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരിടത്ത് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ ആ സ്ഥലത്ത് എത്തി എന്നുള്ളത്. അപ്പം അവിടുന്ന് ലോഡ് ചെയ്യുമ്പോൾ ലോഡിങ്ങിൻ്റെ ഇത് കൊടുക്കണം. അവിടുന്ന് ലോഡിങ് പോയി കഴിയുമ്പോൾ നമ്മൾ അവിടുന്ന് ലോഡഡ് ആൻഡ് ഡിപ്പാർട്ടഡ് ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ അവിടെ എത്തി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ അതിൻ്റെ വർക്ക് ഫ്ലോ ഓപ്പൺ ആക്കി നോക്കി കഴിഞ്ഞപ്പം അവിടെ എത്തിയതിൻ്റെ വർക്ക് ഫ്ലോ കാണുന്നില്ല. പകരം ഞങ്ങളുടെ യാർഡാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ഡൗട്ടായി. ഇനിയിപ്പോൾ ഈ ലോഡ് ഇനി അങ്ങോട്ട് യാർഡിലോട്ടാണ് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഞാൻ അപ്പം തന്നെ ഫോൺ വിളിച്ചു ഡിസ്പാച്ചിലോട്ട്. അപ്പോൾ ഫോൺ വിളിച്ച സമയത്ത് അവർ പറയുന്നു ഞാൻ 10-11 മണി ആയപ്പോഴേ മെസ്സേജ് അയച്ചായിരുന്നല്ലോ അത് യാർഡിലോട്ടാണ് പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചത് MT ട്രെയിലർ ആയിരിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ ആദ്യം MT ട്രെയിലറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു MT ട്രെയിലർ ആയിരിക്കും യാർഡിൽ കൊണ്ടായിട്ട് ഇടാൻ പറഞ്ഞതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അത് യാർഡിലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ ഓൾറെഡി അവരുടെ കോമ്പൗണ്ടിൽ കയറുകയും ചെയ്തു. സ്കെയിലിൻ്റെ മുകളിലുമാണ് നിൽക്കുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ സെക്യൂരിറ്റി ഓഫീസിൽ പോയി. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഇപ്പോഴാണ് ഡിസ്പാച്ച് ചെയ്ത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞത് ഇത് ഇവിടെയല്ല, ഞാൻ യാർഡിലോട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ അവരപ്പം തന്നെ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്തു. അവർ പറഞ്ഞു അതെ, കാരണം ഓൾറെഡി അവർ അപ്പോയിൻമെൻറ്റ് മാറ്റിയെന്ന് പറഞ്ഞ് അവർ വേറൊരു പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് തന്നു. അത് 3-ാം തീയതിക്കത്തേനാണ് ഡെലിവറി വരുന്നത്. അത് അപ്പം നമ്മളോട് അവിടെ നിന്ന് തന്നെ എടുത്ത് U അടിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ നേരെ പോയി വണ്ടി എടുത്ത് U അടിച്ച് പിന്നെ ട്രാഫിക്കിൽ വലിയ തിരക്കാവുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പോകുന്നു. ഒരു 3 മണി 3:30 ആയപ്പോഴത്തെ നമ്മൾ നമ്മുടെ യാർഡിലെത്തി ട്രെയിലർ ഡ്രോപ്പ് ചെയ്തു. അപ്പം ട്രെയിലറിൻ്റെ പോസ്റ്റ് ട്രിപ്പ് ഇൻസ്പെക്ഷൻ്റെ സമയത്ത് നമുക്ക് ട്രെയിലറിന് നമ്മുടെ ട്രെയിലറിൻ്റെ റിയർ ആക്സിൽ പാസഞ്ചർ സൈഡിൽ
പാസഞ്ചർ സൈഡിലുള്ളതിൽ എയർ ബാഗിന് ലീക്ക് ഉണ്ടതായിട്ട് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കമ്പനിക്ക് അയച്ചു കൊടുത്തു, പ്രോപ്പർട്ടി മാനേജറിന് അയച്ചു കൊടുത്തു. പിന്നെ ഇൻഫർമേഷനെല്ലാം അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. പിന്നെ നമ്മൾ ഇവിടെ നമ്മുടെ ട്രെയിലറിൽ നോട്ടൊക്കെ എഴുതി വെച്ചു എല്ലാം. അങ്ങനെ അതൊക്കെ സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവർ എനിക്ക് ലോഡ് ഓഫർ അയച്ചു തന്നു. അടുത്ത ലോഡ് ഓഫർ അത് ടൊറൻറ്റോ യാർഡിൽ നിന്ന് നമുക്ക് വിൻസർ യാർഡിലോട്ടുള്ളായിരുന്നു. ഞാൻ വിചാരിച്ചു സമാധാനമായി, ഓക്കെ എന്നാൽ പിന്നെ അത് കൊടുത്തുണ്ടെങ്കിൽ വീട്ടിലോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആ ട്രെയിലർ ഹുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇവർ ഡിസ്പാച്ചിൽ തന്നെ കുണുണ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഞാൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവർ പറയുന്നു, ആക്ച്വലി ഒരാൾ ബാക്ക് ഓഫ് ചെയ്തു, ഒരു ഡ്രൈവർ. അപ്പം നിൻ്റെ ഓട്ടം ഞങ്ങൾ മാറ്റുകയാണ്, സ്വിച്ച് ചെയ്യുകയാണ്, നിനക്ക് വേറൊരു ഓട്ടമാണുള്ളത്, നീ ക്യുബക്കിലോട്ടാണ് പോകുന്നത്. ശരി, പ്രാന്തം കൂടിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി ആ ട്രെയിലർ ഹുക്ക് ചെയ്തു, ഇൻസ്പെക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ നീ അത് അൺഹുക്ക് ചെയ്തോ, അതിൻ്റെ ഹുക്കിങ്ങിൻ്റെ അൺഹുക്കിൻ്റെയും പൈസ തന്നേക്കാം, അത് ഇത് റെഡിയാക്കി വെച്ചേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവസാനം പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇന്നലെ വിൻസർ യാർഡിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ 4 ദിവസമേ ആയുള്ളൂ. പിന്നെ ഇന്നൊരു ലോക്കൽ അടിക്കേണ്ടി വരും. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് തന്നെ എടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ട്രെയിലർ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞ പുതിയ ക്യുബക്കിലോട്ടുള്ള ട്രെയിലർ ഞാൻ ഹുക്ക് ചെയ്തു. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പിൻ്റെ ലോഡായിരുന്നു, ഗ്രാൻഡ് ക്യുബക്കിലോട്ടാണ് വരുന്നത്. നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് നമ്മൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രാൻഡ് ബിയിൽ ഒരു ആഗ്രോപോർ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയിലാണ് നമ്മൾ ഈ ഉപ്പിൻ്റെ ലോഡും കൊണ്ട് വരുന്നത്. അത് ട്രൈ ആക്സിൽ ട്രെയിലറാണ്. അതുമല്ല, ഈ ട്രെയിലർ നമ്മുടെ ഒരു ബ്രാൻഡ് ന്യൂ ട്രെയിലറാണ് വരുന്നത്. ഇപ്പം നമ്മുടെ കമ്പനിയിൽ ഇപ്പം പുതിയതായിട്ടൊരു 4-5 കണ്ട് ട്രൈ ആക്സിൽ ട്രെയിലർ കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രാൻഡ് ന്യൂ ഇപ്പോൾ 2 ആഴ്ച കണ്ട് ആയിട്ടുള്ളൂ. അതിലൊരു ട്രെയിലറാണ്. അപ്പം അത് ഹുക്ക് ചെയ്തു. അതെല്ലാം ഹുക്ക് ചെയ്തപ്പോഴത്തെ 4 മണി 4:30 എന്നിട്ട് നമ്മുടെ ടൊറൻറ്റോ യാർഡ് എന്ന് പറയുമ്പോൾ ടുവാർഡ്സ് വിൻസർ സൈഡാണ് വരുന്നത്, മിൽട്ടണിൽ. അപ്പോൾ നമ്മൾ ടൊറൻറ്റോ ഫുള്ള് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ മോൺട്രിയലിലോട്ട് വരാൻ വേണ്ടി. പിന്നെ അവിടുന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആസ് യൂഷ്വൽ പീക്ക് ടൈമും കൂടിയായിരുന്നു, ട്രാഫിക്ക്. എന്നിട്ട് പിന്നെ അവിടെ നടന്ന് പെരങ്ങി അവസാനം അവിടുന്ന് ടൊറൻറ്റോയിൽ നിന്നൊന്ന് പുറത്ത് കിടന്നപ്പോൾ തന്നെ 6:30-6:45 കഴിഞ്ഞു. നമ്മൾ 4:15 തുടങ്ങിയിട്ട് 6:45 കഴിഞ്ഞപ്പോഴാണ് ടൊറൻറ്റോയിൽ നിന്ന് പുറത്ത് കിടന്നത്. പിന്നെ അടിച്ചും വിട്ട് വന്ന് നമ്മൾ നമ്മുടെ ഒണ്ടാരിയോ ബോർഡറിലുള്ള ഒരു കോൺവാൾ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു പെട്രോൾ പാസിലാണ് നമ്മൾ കടന്നത്. അപ്പം രാവിലെ എണീറ്റ് നമ്മൾ ചായയും കടിയൊക്കെ എടുത്ത് എല്ലാം സെറ്റാക്കി നമ്മളിവിടെ വന്നു, ഡെലിവറി ചെയ്തു. ഇപ്പോൾ അവർ പറയുന്നത് റിട്ടേൺ ലോഡൊന്നും ഇതുവരെ ഇല്ല എന്നാണ്. എന്താണെന്ന് എനിക്കറിയില്ല, മിക്കവാറും ലേ ഓഫ് ആണെങ്കിൽ പണി കിട്ടും. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഡെലിവറി കഴിഞ്ഞു. ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് പിടിച്ചു. അപ്പോൾ ഇതുവരെ റിട്ടേൺ ലോഡൊന്നും അയച്ചു തന്നിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത ട്രക്ക് സ്റ്റോപ്പിലോട്ട് വല്ലതും പോകേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് നമ്മുടെ പുതിയ ട്രെയിലർ കാണിച്ചേക്കാമെന്ന് വിചാരിച്ച്. ഇതാണ് നമ്മുടെ ഫ്ലീറ്റിലോട്ട് ആഡ് ചെയ്ത പുതിയ ട്രെയിലർ. ഇതിൻ്റെ നമ്പർ വരുന്നത് 353-025 ആണ്. ഇത് ട്രൈ ആക്സിൽ ട്രെയിലറാണ് വരുന്നത്. ഇതിപ്പോൾ വന്നിട്ട് ആകെ 2 ആഴ്ച ആയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്, വലിയ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതെനിക്ക് വന്ന് 2ാമത്തെ ട്രിപ്പ് എങ്ങാണ്ട് തോന്നുന്നു ഈ ട്രെയിലറിൽ. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പം ഈ ട്രെയിലർ എം ടി ആയി, അകത്തൊക്കെ പക്ക നീറ്റാണ്. ഒരു പൊടി ഇപ്പം ഓരോ ഓട്ടം എടുത്തതിൻ്റെ കുറച്ചെന്തോ പൊടിയേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ അധികം വൃത്തികേടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കെന്നാൽ ഇവിടുന്ന് പെട്ടെന്ന് വിടാം. A few moments later. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 3 മണിക്കൂറായി. നമ്മൾ ആദ്യം തൊട്ടേ അവരോട് ചോദിച്ചാണ് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ലേവറാണെങ്കിൽ അവിടെ പോയി നിൽക്കട്ടെ എന്നൊക്കെ. ഇവർ പോണ്ടെന്ന് പറഞ്ഞു. അവിടേക്ക് അവർ പുറത്തേക്ക് പോകാൻ പറയുമ്പോൾ പോയാൽ മതി എന്നൊക്കെ. എന്നിട്ടാണെങ്കിൽ ഞാൻ ഭ്രാന്ത് പിടിച്ച് ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേനും ആദ്യത്തെ ഷിഫ്റ്റിൽ അവർ പോയി 2 മണി ആയപ്പോഴത്തേനും പോയി. പിന്നെ എനിക്കാണെങ്കിൽ 3 മണിക്കൂർ ആയപ്പോഴത്തേനും എനിക്ക് നല്ല ദേഷ്യം വന്ന് ഞാൻ അവരെ വിളിച്ച് നന്നായിട്ട് പറഞ്ഞു, ദേഷ്യപ്പെട്ട് ഞാൻ അവരെന്നെ ട്രക്ക് സ്റ്റോപ്പിലോട്ട് പോകാനും സമ്മതിക്കുന്നില്ല, എന്നാൽ വേറെ ട്രിപ്പ് ഇല്ലതാനും. എന്നിട്ട് ഞാനിപ്പം വിളിച്ചിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരൊന്ന് ഓക്കെ പൊക്കോളാൻ പറഞ്ഞു. കാരണം ഇവിടെ 4 മണിക്കൂർ അപ്പുറത്തേക്ക് പോകണം ട്രക്ക് സ്റ്റോപ്പിലോട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇപ്പം ഞാൻ പോകാൻ വേണ്ടി റെഡിയായി കഴിഞ്ഞപ്പോഴത്തേനും അവർ ലോഡ് ഓഫർ അയച്ചു തന്നിരിക്കുന്നു, നാളത്തേന് പിക്കപ്പ്. അത് നമ്മൾ ടൊറൻറ്റോയ്ക്ക് അപ്പുറത്തു നിന്നാണ് വരുന്നത്.
അപ്പോൾ ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് ഓടിയിട്ട് കിങ്സ്റ്റൺ കഴിഞ്ഞിട്ട് നമുക്ക് നാപ്പിനി ഫ്ലൈയിങ് ജയിലിൽ പോയി കിടക്കാം. എന്നിട്ട് നാളെ രാവിലെ എണീറ്റിട്ട് അങ്ങോട്ട് പോവാം. അതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്ലാൻ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പ്ലാനിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തി. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നാപ്പിനിയിലെ ഫ്ലൈയിങ് ജയിലിൽ കിടക്കാമെന്നായിരുന്നു. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എന്തായാലും അവിടെ കിടക്കുമ്പോഴത്തേനും നമ്മൾ ഏകദേശം 7 മണിയാവും. അപ്പോൾ നമ്മുടെ 10 മണിക്കൂർ ടൈം ഓഫ് എടുക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ 5 മണിയാകുമ്പോഴേ ടൈം റീസെറ്റ് ആവുള്ളൂ. പിന്നെ അവിടുന്ന് ടൊറൻറ്റോയ്ക്ക് ഏകദേശം 2 മണിക്കൂറുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ എത്തുമ്പോഴേക്കും ഒരു 7 സമയമാവും ടൊറൻറ്റോയിലെത്തുമ്പോൾ. അപ്പം നമ്മുടെ ഓഫീസ് ടൈം സ്റ്റാർട്ട് ചെയ്യാണല്ലോ, അപ്പോൾ അതൊരു റഷ് അവേഴ്സാണ് വരുന്നത്. അപ്പോൾ നല്ല തിരക്കായിരിക്കും. അപ്പോൾ പിന്നെ അത് ക്രോസ് ചെയ്യാനും പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മളിപ്പോൾ ടൊറൻറ്റോയിലെത്തുമ്പോൾ ഇന്ന് തന്നെ രാത്രി വരുവാണെങ്കിൽ എന്തായാലും രാത്രി കുറേ ലേറ്റ് ആവും. അപ്പം വലിയ തിരക്ക് കാണിയല്ല. അപ്പോൾ പിന്നെ നമുക്ക് ടൊറൻറ്റോ ക്രോസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മിൽട്ടണിലുള്ള നമ്മുടെ കമ്പനി യാർഡിൽ വന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ നമ്മളെ പിക്കപ്പ് ലൊക്കേഷനിലോട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ രാത്രി ഇങ്ങോട്ട് അടിച്ചുമിട്ട് പോരുകയത്. അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ കണ്ട ആ വീഡിയോയിലൊന്നും വലിയ ട്രാഫിക് ഒന്നും ഇല്ലാണ്ട് നല്ല സുഖമായിട്ട് അടിച്ചുമിട്ട് ഇങ്ങ് പോകുന്നത്. പകലൊക്കെ ആ സ്ഥലത്തോട് വരുവാണെങ്കിൽ എനിക്ക് ഇതേപോലെ ഒരിക്കലും കാണാൻ പറ്റില്ല. അപ്പം അങ്ങനെ നമ്മൾ ഓടിപ്പിടിച്ച് നമ്മുടെ യാർഡിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞ് നോക്കുമ്പോഴാണെങ്കിൽ ഇവിടെ ഒരു പെരുന്നാളിനുള്ള ട്രെയിലറും ട്രക്കും എന്നുവെച്ചാൽ നമ്മുടെ ട്രക്കിൻ്റെ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ സൈഡിൽ കൂടെയാണ് വരുന്നത്. നടുക്കെന്ന് വെച്ചാൽ നമുക്ക് തിരിക്കാനും മനോർ ചെയ്യാനൊക്കെയുള്ള സ്പേസാണ് വരുന്നത്. ഇത് അവിടെ അടക്കം ട്രെയിലറും ഉണ്ടായി നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം അതിലൂടെ വണ്ടി എടുത്തുകൊണ്ട് വരാൻ തന്നെ പാടായിരുന്നു. അപ്പം നമ്മുടെ യാർഡിൻ്റെ ഒരു സൈഡ് വേറൊരു കമ്പനിക്ക് വേണ്ടി അവരുടെ ട്രെയിലർ ഇടാനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അപ്പുറത്തെ സൈഡിലോട്ട് വന്നപ്പോൾ അവിടെയാണെങ്കിൽ കുറച്ച് സ്പേസ് ഉണ്ട്. എന്നാൽ പിന്നെ ഞാൻ അവിടെ കൊണ്ടുപോയി നമുക്ക് എന്തായാലും ട്രെയിലർ ഡ്രോപ്പ് ചെയ്യണ്ടല്ലോ. നമുക്ക് ട്രക്ക് അടക്കമല്ലേ നമ്മൾ നാളെ രാവിലെ പോകുന്നത്. മീൻസ് ട്രക്കും ട്രെയിലറും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് പിന്നെ നമുക്ക് ട്രെയിലർ ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ അതങ്ങോട്ട് കയറ്റി ഇപ്പുറത്തെ നമ്മുടെ യാർഡ് തന്നെയാണ് വരുന്നത്. അത് നമ്മൾ വേറെ ആർക്കോ ലീസിന് കൊടുത്താന്ന് തോന്നുന്നു, അവരുടെ വണ്ടി ഇടാൻ വേണ്ടി. ഇവിടുന്ന് ഞാൻ നമ്മുടെ പണ്ടൊക്കെ കുറേ പ്രാവശ്യം ഞാൻ ഈ പാർക്കിങ്ങിൽ നിന്ന് നമ്മുടെ ട്രെയിലർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ എന്നിട്ട് ഇവിടെ ഒരു പാർക്കിംഗ് കണ്ടു. അപ്പോൾ ഞാൻ അവിടെ പാർക്കിംഗ് കൊണ്ടായി കയറ്റി ഇട്ടു. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പുറകോട്ട് കയറ്റി ഇട്ടാൽ നമ്മളിങ്ങനെ ട്രക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, അധികം ഫ്രണ്ടിലോട്ട് തള്ളിയിരിക്കാണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഞാൻ ആസ് യൂഷ്വൽ അല്ല, ഈ പ്രാവശ്യം ശരിക്കും നമ്മുടെ ഫുഡൊക്കെ തീർന്നു പോയി. 4 ദിവസം കൊണ്ട് നമ്മൾ കൊണ്ടുവന്ന ഫുഡൊക്കെ തീർന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഊബർ ഈറ്റ്സിൽ നിന്ന് ഒരു ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഫ്രീ ആയിട്ടൊരു മാംഗോ ലസ്സിയൊക്കെ കിട്ടി. അപ്പം നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കിടക്കാം. നാളെ രാവിലെ 9 മണിക്കാണ് പിക്കപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തായാലും. എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് കിടന്നുറങ്ങാം. അപ്പോൾ ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം ഇതിപ്പം നമ്മുടെ 5-ാമത്തെ ദിവസമല്ല 6-ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ടൊറൻറ്റോയിലുള്ള യാർഡിലാണ്. അപ്പം നമ്മുടെ അപ്പുറത്തെ സൈഡായിരുന്നു ട്രെയിലറൊക്കെ പാർക്ക് ചെയ്യുന്നത്. അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇപ്പുറത്ത് ലീസിൽ കൊടുത്തിരിക്കുന്ന വേറൊരു ലീസിലല്ല, ഇവിടെ ആ ഏരിയ അവർക്ക് വേണ്ടിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അവിടെ കയറ്റി വണ്ടി ഇടുകയാണ് ചെയ്തത്.
ഇവിടെ വേറെ ഏതൊക്കെയോ കമ്പനികളാണ് ഇടുന്നത് ട്രെയിലറുകളെല്ലാം. ഈ ഫ്ലാറ്റ് ബെഡും കാര്യങ്ങളൊക്കെയാണ് ഓടിക്കുന്നത്. അപ്പം നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടുന്ന് ഒരു 43 മണിക്കൂറാണ് കാണിക്കുന്നത്. 8 മണിയായി. ഇൻസ്പെക്ഷൻ നമ്മുടെ ഓൾമോസ്റ്റ് കഴിയാനായി. അപ്പം ഇന്നലെ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇത് ബിരിയാണി വാല എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഫുഡ് മേടിച്ചത്. പക്ഷേ സാധനം വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു ബിരിയാണി റൈസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു മലബാർ ബിരിയാണിയുടെ ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചിക്കൻ ഫ്രൈ പീസ് ബിരിയാണി ആയിരുന്നു മേടിച്ചത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മറ്റേ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയനും മേടിച്ചു. അതും വലിയ കൊള്ളായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരാരെങ്കിലും ഇവിടെ മിൽട്ടണിലോ അല്ലെങ്കിൽ ഈ ടൊറൻ്റോ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവരെനിക്ക് തോന്നുന്നത് സ്പെഷ്യലായിട്ടുള്ള ബിരിയാണികളാണെന്ന് തോന്നുന്നു. അപ്പം അത്രയേ ഉള്ളൂ. നമുക്കെന്നാൽ പയ്യെ ഇവിടെ നിന്ന് വിടാം. 3/4 മണിക്കൂറാണ് കാണിക്കുന്നത്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ലേറ്റ് ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അവനെ നമുക്കിവിടെ നിന്ന് വിടാം. അപ്പം നമ്മൾ മിൽട്ടൺ യാർഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു 3/4 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ചു സാധാരണ ഈ ഭാഗത്ത് ട്രാഫിക് ഉണ്ടാവുന്ന, പക്ഷേ ട്രാഫിക്കൊന്നും കിട്ടിയില്ല. ഭാഗ്യത്തിന് കറക്റ്റ് 9 മണിക്കത്തെ അപ്പോയിൻമെൻറ്റിന് നമ്മളെ ഇവിടെ ഏകദേശം ഒരു 8:56 ആയപ്പോഴത്തേക്കും നമ്മളെത്തി. അപ്പം നമ്മൾ വന്നപാടെ നോക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് വേണമെങ്കിൽ തിരിക്കാനുള്ള സ്ഥലമുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുമ്പിലത്തെ റോട്ടിൽ നിന്ന് വേണമെങ്കിൽ ബാക്ക് ഇടാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതാണ് എളുപ്പം, വലിയ തിരക്കുമില്ലായിരുന്നു. അപ്പം പിന്നെ ഞാൻ പെട്ടെന്ന് റോട്ടിൽ നിന്ന് ബാക്ക് ഇട്ടു. നമ്മൾ ആ വഴിയാണ് വന്നത്. എന്നിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോയി, എന്നിട്ട് നേരെ ബാക്ക് ഇങ്ങോട്ട് വരുവായത്. അപ്പോൾ എനിക്ക് നിങ്ങളെ ആ ഡോക്കൊക്കെ കാണിക്കണമെന്നുണ്ട്. ഈ കമ്പനിക്ക് ഒരു നൊസ്റ്റാൾജിയ ഉണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ ട്രിപ്പ്, ഞാൻ സിംഗിളായിട്ട് പോയ ട്രിപ്പിൻ്റെ റിട്ടേൺ എനിക്ക് കിട്ടിയത് ചിക്കാഗോ സിറ്റിക്കകത്തുനിന്ന്. എന്നിട്ട് ഞാൻ അവിടുന്ന് ലോഡ് എടുത്തിട്ട് ഞാൻ സർണിയ ബോർഡർ ക്രോസ് ചെയ്തിട്ട് ഞാൻ ഇവിടെയാണ് എൻ്റെ ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഡെലിവറി ചെയ്തത്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. അപ്പം ഇവിടെയാണെങ്കിൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ കമ്പനി നമുക്ക് മറ്റേ വീഡിയോ ഒന്നും അലൗഡ് അല്ലെന്ന് അവിടെ കറക്റ്റായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് ക്യാമറയും കൊണ്ടൊന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റിയില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ ഇപ്പം ഒരു റഫായിട്ട് ഞാനൊരിത് കാണിച്ചു തരാം. ഇതിൻ്റെ ഫോട്ടോ നമ്മുടെ സാറ്റലൈറ്റിൽ. അപ്പോൾ ഇതാണ് ആ കമ്പനി വരുന്നത്, കമ്പനിയുടെ ഒരു ടോപ്പ് വ്യൂ വരുന്നത്. നമ്മളപ്പം വന്നത് ഈ വഴിക്കാണ്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് പോയിട്ട് നേരെ ഇങ്ങോട്ട് ബാക്ക് വരുവാണ് ചെയ്തത്. അപ്പം ഈ ഡോക്കൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ്. ഇവിടെ 2-3 ഡോക്ക് ഇങ്ങനെ ചെരിഞ്ഞാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെരിഞ്ഞ് വേണം ഡോക്കിലോട്ട് ഇടാൻ വേണ്ടി. അപ്പോൾ നമ്മൾ അതെല്ലാം പിക്ക് ചെയ്തു. എല്ലാം ഓക്കെ ആയി. ഓൾമോസ്റ്റ് അത്യാവശ്യം 120 പാലറ്റ് ഉണ്ട്. പിന്നെ അത്യാവശ്യം 15,000 പൗണ്ട് വെയിറ്റും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പിക്കപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ ലൊക്കേഷനിലോട്ട് പോകാം. അത് ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ ദൂരമുണ്ട്. അത് നമ്മൾ ഓൺ ദ വേ ടു വിൻസറാണ് വരുന്നത്. പിന്നെ അവിടുന്ന് കൂടെ പിക്ക് ചെയ്ത് ഒരു 2-2.5 മണിക്കൂർ ഉണ്ടെങ്കിൽ നേരെ വിൻസർ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. A few moments later. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ രണ്ടാമത്തെ പിക്കപ്പ് ലൊക്കേഷനിലെത്തി. ഇവിടെ വന്നു കഴിഞ്ഞപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല സുഖമായിരുന്നു. ഒരു സൈഡിൽ കൂടെ 2 സ്ട്രീറ്റിൻ്റെ ഇടയ്ക്കാണ് പിക്കപ്പ് ലൊക്കേഷൻ വരുന്നത്. അപ്പം ഒരു സ്ട്രീറ്റിൽ കൂടെ വന്നിട്ടാണ് ട്രക്ക് എൻട്രൻസ് വരുന്നത്. എക്സിറ്റ് പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലെ എൻട്രൻസ് കൂടെ തന്നെ പോകാമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിവിടെ വന്ന് അകത്ത് ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവരെ പറഞ്ഞത് ഡോക്കെല്ലാം ഫുള്ളാണ്. അപ്പം ഏതെങ്കിലും ഡോഗ് ഫ്രീ ആയി കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചോളാൻ പറഞ്ഞു.
അപ്പം നമ്മളിപ്പോൾ അതാണ് നോക്കുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ അതാണ് ഡോക്കുകൾ വരുന്നത്. അപ്പോൾ ആ ഡോക്കുകളെല്ലാം ഫുള്ളാണ്. അപ്പം അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ട്രക്ക് എടുക്കുമ്പോൾ നമുക്ക് നേരെ അങ്ങനെ ബാക്ക് ഇടാം. അപ്പം നമ്മളിങ്ങനെ ട്രക്കിൻ്റെ അകത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കാം ആരാണ് ആദ്യം പോകുന്നതെന്ന്. അങ്ങനെ നമ്മുടെ ലോഡിങ് കഴിഞ്ഞു ഗൈസ്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. ഇവിടുന്ന് ഇപ്പം വിടാൻ വേണ്ടി പോവാണ്. ഇനി വാതിലൊക്കെ അടക്കണം. അപ്പോഴാണ് നമ്മുടെ സൈഡിലുള്ള ഡോക്കിൽ ഒരു ഡ്രൈവർ ഓൾറെഡി കൊണ്ടുപോയി വെച്ച് ബാഗ് ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൻ ഡോറൊക്കെ തുറന്നിടുകയാണ്. അപ്പോൾ അവൻ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രെയിലർ ഓഫ് ആക്കുകയൊക്കെ അടച്ച് ലോക്ക് ചെയ്യണം. അപ്പം ഇതിൻ്റെ നമുക്ക് തന്ന ലോഡ് ഓഫറിൽ ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെലിവറി വരുന്നത് രാത്രി 9 മണിക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ നേരത്തെ പോയാൽ എടുക്കുമോ ഇല്ലയോ എന്നറിയില്ല. കാരണം എനിക്കങ്ങോട്ട് പോകാനേ താല്പര്യമില്ലാത്തൊരു സ്ഥലമാണ്. അതിങ്ങനെ ഒരുമാതിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഇതാണ്. ഭയങ്കര ടൈറ്റായിട്ടുള്ള സ്പേസാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ സൈഡിലാണ് ഡോക്ക് വരുന്നത്, നമ്മുടെ റൈറ്റ് സൈഡിൽ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. എന്നിട്ട് വേണം നമ്മൾ ഇങ്ങനെ ബാക്ക് ഇടണം. അതും അവിടെ ആണെങ്കിൽ കുറേ ഫെൻസിങ്ങും അതെല്ലാം കൂടെ കുറച്ച് വള്ളിയാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ അപ്പോയിൻമെൻറ്റ് ടൈം അവർ പറയുന്നത് രാത്രി 9 മണിയാണ്. അപ്പോൾ ഞാൻ കമ്പനി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് നമ്മളോട് ETA കൊടുക്കാനാണ് പറഞ്ഞത്. അവരവിടെ ചോദിക്കാമെന്ന്, അവർ നേരത്തെ അൺലോഡ് ചെയ്യുകയോ ഇല്ലയോ എന്നുള്ള കാര്യം. എന്നിട്ട് ഇല്ലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതാകുമ്പോൾ നമുക്ക് നേരെ ആടിക്കൊണ്ടേയിടുന്നു, നേരെ വീട്ടിൽ പോകുന്നു. എന്തായാലും ഞാൻ ഈ ട്രെയിലറൊക്കെ ഒന്ന് ആദ്യം ലോക്ക് ചെയ്യട്ടെ. കമ്പനിയിൽ നിന്ന് മെസ്സേജ് വന്നു, സാധനം ഡയറക്റ്റ് ഡെലിവറി ആണെന്ന്. മള്ളിയാണ്. അപ്പോൾ പിന്നെ നമ്മൾ കമ്പനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളോട് നെക്സ്റ്റ് വീക്ക് അവൈലബിലിറ്റി ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞായറാഴ്ച എന്തായാലും പറ്റില്ല, തിങ്കളാഴ്ചത്തേന് വേണമെങ്കിൽ ഇട്ടാൽ മതിയെന്ന്. അപ്പോൾ അവർ തിങ്കളാഴ്ചത്തേന് ട്രിപ്പ് ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി തിങ്കളാഴ്ച. നമ്മൾ പോകുന്നത് ഹാനോവർ, പെൻസിൽവാനിയ. അപ്പം ആ ഓട്ടമാണ്. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ നമുക്ക് അത്യാവശ്യം സമയമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഇന്നലെ നമ്മൾ മേടിച്ച ബിരിയാണീൻ്റെ പകുതിയെല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ അങ്ങ് കഴിച്ചിട്ട് പയ്യെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ നിന്ന് ബാത്റൂമിലെല്ലാം പോയി എല്ലാം ഒന്ന് സെറ്റ് ആവാം. അപ്പോൾ പിന്നെ നമുക്ക് ആദ്യം പോയി ഫുഡ് കഴിക്കാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ കഷ്ടപ്പെട്ട ആ കമ്പനിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ നമ്മൾ വരുവാണ് ചെയ്തത്. ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് കമ്പനിയിലോട്ട് വരാൻ തീരെ ഇഷ്ടമില്ലാത്തത്. അപ്പോൾ ഇവിടെ വന്നു നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. അപ്പം ഞാൻ ഇത് എങ്ങനെയെങ്കിലും തലേന്ന് ഒഴിവാക്കാൻ വേണ്ടി നോക്കിയായിരുന്നു. ഇവിടെ മഴയായിരുന്നു, പക്ഷേ ഞാൻ കറക്റ്റ് വന്നപ്പോഴത്തെ മഴയെല്ലാം പോവുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി ബാക്ക് ഇടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളിപ്പം ഈ സൈഡിൽ കൂടെ വന്നു. ഇനിയിപ്പം ഡോക്കെല്ലാം ഈ സൈഡിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു പുറത്തേക്കൊരു വഴിയുണ്ട്, ആ കാറൊക്കെ കിടക്കുന്ന കണ്ടിട്ടില്ല. അപ്പം അങ്ങോട്ട് നമ്മൾ ഫ്രണ്ട് പോയിട്ട് നമ്മൾ ബാക്ക് വരണം. അപ്പോൾ ആ രണ്ട് ഫെൻസിങ്ങിൻ്റെ ഇടയ്ക്കൂടെ വേണം നമ്മളിങ്ങനെ ബാക്ക് എടുത്ത് വിടാൻ വേണ്ടി. അപ്പോൾ നമ്മൾ കുറേ പണിപ്പെടണം, കുറച്ച് പുറത്തേക്ക് പുറത്തിറങ്ങി നോക്കണം, പിന്നെ പിന്നെ പോയി വണ്ടി എടുത്ത് പുറകോട്ട് വരണം, പിന്നെയും പുറത്തേക്ക് ഇറങ്ങി നോക്കണം. അങ്ങനെ കുറേ പ്രാവശ്യം ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒന്ന് ബാക്കോട്ട് കയറുള്ളൂ. ഇത് സാധാരണ ഇതേപോലെ നമ്മുടെ കടക്കുന്ന സൗകര്യമുള്ള ബങ്കുള്ള ട്രക്കുകൾക്ക് പറ്റുന്ന പണിയല്ല ഇത് നമ്മുടെ ഡേ ക്യാബ്, ഈ ചെറിയ ഇരിക്കുന്ന സ്ഥലം മാത്രമുള്ള ട്രക്കുകൾ കൊണ്ട് ചെയ്യേണ്ട പണിയാണ്. അത് ഞങ്ങളുടെ കമ്പനിയിൽ 150 പ്രാവശ്യം പറഞ്ഞാലും അവർ കേൾക്കുകയില്ല. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എന്തായാലും അത് ചെയ്യാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഡെലിവറി എല്ലാം കഴിഞ്ഞു. ഒരുവിധം കഷ്ടപ്പെട്ടാണ് നമ്മൾ ബാഗ് ഇട്ടത്. ഒരു 2-3-4 പ്രാവശ്യം നമ്മൾ പുറത്തിറങ്ങി നോക്കി എങ്ങനെയൊക്കെയോ തിരിച്ച് മറിച്ച് സാധനം ഇട്ട്. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അവർ അൺലോഡ് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു ഏകദേശം എനിക്ക് തോന്നുന്നൊരു 1/4 മണിക്കൂറിൻ്റെ അടുത്ത് പിടിച്ചുള്ളൂ. പെട്ടെന്ന് തന്നെ അൺലോഡ് ചെയ്ത് തന്നു. പേപ്പറും തന്നു. പേപ്പർ നമ്മൾ ഓൾറെഡി കമ്പനിക്ക് അയച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഒന്നുമില്ല, നേരെ തിരിച്ചു പോകുന്നു. കമ്പനിയിൽ ട്രെയിലർ ഡ്രോപ്പ് ചെയ്യുന്നു, എണ്ണ അടിച്ച് പേപ്പർ വർക്കെല്ലാം സബ്മിറ്റ് ചെയ്യുന്നു, ഒറ്റ വിടൽ വീട്ടിലോട്ട്. അത്രയേ ഉള്ളൂ. മടുത്തു. 6ാമത്തെ ദിവസമാണിന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ കമ്പനിയിലോട്ട് പോയി. ഇവിടുന്ന് അധികം ദൂരമില്ല, അടുത്ത് തന്നെയാണ് വരുന്നത്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ യാർഡിലെത്തി. നമ്മൾ ട്രെയിലർ ഡ്രോപ്പ് ചെയ്തു, എണ്ണ അടിച്ചു, പേപ്പർ വർക്കെല്ലാം സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ വണ്ടിയെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം. നമ്മുടെ എല്ലാ പാർക്കിങ്ങിൽ നമ്മുടെ കാറെടുത്ത് പുറത്ത് വെച്ചിട്ട് നമ്മുടെ ട്രക്ക് കറക്റ്റ് പാർക്കിങ്ങിലൊക്കെ വെച്ചു. ഇനിയിപ്പം വണ്ടിയൊന്ന് ക്ലീൻ ആക്കണം. എന്നിട്ട് നമുക്ക് വീട്ടിൽ പോകണം. 6 ദിവസമായി. എന്താണെന്നാലും ഇതിൽ ഭയങ്കര ക്ഷീണം, എപ്പോഴും ഉണ്ടാകുന്നതിനേക്കാളും ഭയങ്കരമായിട്ടൊരു ക്ഷീണം. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഈ ആഴ്ച നമുക്ക് അധികം വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം ആ ലൊക്കേഷൻ, പിന്നെ രണ്ടാമത്തെ കാര്യം ഫുള്ള് ടൈറ്റായിട്ടുള്ള ഓട്ടമായിരുന്നു. നമുക്കൊരു കാമായിട്ടിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം ഇല്ലായിരുന്നു. നമ്മൾ ഇനി ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചയൊക്കെ ആണെങ്കിൽ ഡ്രോണൊന്നും പറത്തിയില്ല നമ്മൾ. എന്തായാലും നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത തിങ്കളാഴ്ചയാണ് അടുത്ത ഓട്ടം ഉള്ളത്, ഹാനോവർ പെൻസിൽവാനിയ. അപ്പോൾ കുറച്ച് സമയമുണ്ട് എന്തായാലും നമുക്ക്. അപ്പം ഈ ആഴ്ചത്തിന് ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ നാട്ടിലുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺ ഫോർ കണ്ണൂർ ട്രക്കർ കാനഡ.